ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കയും അരിപ്പൊടിയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 15 പഴുത്ത ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്, കുരുവെല്ലാം മാറ്റി. പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഇപ്പോൾ ഞാൻ ഈ ചക്കയെല്ലാം മിക്സിക്കകത്തിട്ട് അടിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഞാൻ അഡീഷണൽ ആയിട്ട് മധുരം ഒന്നും ചേർക്കുന്നില്ല, കാരണം ഈ ചക്കയ്ക്ക് തന്നെ നല്ല മധുരമുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഈ അരിപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ കറക്റ്റ് പരുവാവുന്നിടം വരെ ഇട്ട് കൊടുത്താൽ മതി. ഇത് മിക്സ് ചെയ്ത് ആ സ്പൂണിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ അതുവരെ ഈ അരിപ്പൊടി ഇട്ടിട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പരുവം കറക്റ്റാണ്, സ്പൂണിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഞാൻ എടുത്ത 1/2 കപ്പ് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഒരു ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഇതിനൊരു നല്ല ടേസ്റ്റ്. എന്നിട്ട് സ്പൂൺ വെച്ച് ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇടുമ്പോൾ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലുപ്പമാണെങ്കിൽ അത് ഉള്ളിൽ ശരിക്ക് അങ്ങോട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് തിരിച്ചും മറിച്ച് വിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ബാക്കിയുള്ളത് നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.